ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വീഡിയോയിൽ വരുന്നില്ല എന്ന് ചോദിച്ചു അവസാനം ഞാൻ ഈ വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. ഒന്നത് 50,000 ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ആയതിലും ഒരു അമ്മൂമ്മയുടെ കൂടെ ഒരു ചെറിയ സന്തോഷം. പിന്നെ എല്ലാവരും അമ്മൂമ്മയെ സ്നേഹിക്കുന്നുണ്ട്, ഇത്രയും പേരുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഇത് 2 ദിവസം മുമ്പ് കട്ട് ചെയ്യേണ്ടതായിരുന്നു. എൻ്റെ ഹെൽത്ത് മോശമായതുകൊണ്ടാണത് നമ്മൾ തള്ളി ഇത്രയും ദിവസം ആക്കിയത്. പിന്നെ രണ്ടാമത്, നമുക്ക് അമ്മൂമ്മയുടെ ഇലക്ഷൻ പ്രഡിക്ഷൻ അമ്മൂമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മൂമ്മ ജയിച്ചു, ഞാൻ തോറ്റു. അപ്പോൾ ഞാനങ്ങനെ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അമ്മൂമ്മയുടെ ഒരു എന്താ പറയുക, സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ മറ്റൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞതുപോലെ എന്തായാലും നമുക്ക് എന്താ പറയുക, ഒന്ന് കേക്ക് കട്ട് ചെയ്യാം. ഹലോ ഹലോ, എന്നാ ഉണ്ട്? വിശേഷമൊന്നും ഇല്ലേ? എന്നാ ഒരു സന്തോഷം. ആരാ ഇന്നലെ ഇലക്ഷന് ജയിച്ചത്? തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കേരളത്തിലെ. അമ്മൂമ്മ ജയിച്ചു, കോൺഗ്രസ്. ഞാൻ തോറ്റു. സത്യം, അമ്മൂമ്മയല്ലേ ജയിച്ചത്, കോൺഗ്രസ് ജയിച്ചു. നമുക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാം വല്ലതും ഉണ്ടോന്ന്. ഇപ്പൊ തൽക്കാലം ഒരു കേക്ക് അങ്ങ് മുറിക്കാം. എന്തായാലും ജയിച്ചില്ലേ, എന്നാ കേക്കാ വേണ്ടത്? എന്നായാലും എന്നാ ഇപ്പൊ വാങ്ങിക്കുവാ കേട്ടോ, മുറിക്കാം. അങ്ങനെ സന്തോഷായോ അവര് ജയിച്ചിട്ട്? പിന്നെ ഇല്ലേ. അപ്പൊ അമ്മൂമ്മയുടെ എല്ലാരും ചോദിച്ചു, അമ്മുക്കുട്ടിയമ്മയുടെ നാക്ക് സമ്മതിക്കണല്ലോ എന്ന്. നാക്ക് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, കോൺഗ്രസ് ജയിച്ചു. അഭിമാനമുണ്ടല്ലോ. അഭിമാനമുണ്ടോ? നിങ്ങൾക്കും ഉണ്ട്. ഞാൻ തോറ്റുപോയില്ലേ, എന്നാ പോട്ടെ, സാരമില്ല, ഞാനും അഭിമാനിക്കാം കേട്ടോ. നിന്റെ അമ്മൂമ്മയല്ലേ ഞാൻ. ആ, ഉറപ്പ്. നാവ് സമ്മതിച്ചിരിക്കുന്നു, കണ്ണ് കിട്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് വന്നു, ഒന്നൊന്ന് സെറ്റ് ചെയ്യട്ടെ. വേണ്ട കേക്ക്, വാ. ആരാ മുറിക്കുന്നേ? വേണ്ട, അമ്മൂമ്മ മുറിച്ചാ മതി. വാ, എണീക്ക്. ഞാൻ തിന്ന് നോക്കാം മുറിച്ചിട്ട്. ഇപ്പൊ എല്ലാരും ചോദിക്കും അമ്മൂമ്മയുടെ പിറന്നാളാണോ എന്ന്. ഇന്ന് എല്ലാരും ചോദിക്കും. ഓക്കെ, മുറിച്ചോ. ഇതെന്തിനാ അമ്മൂമ്മ ഈ കേക്ക്? അമ്മൂമ്മയുടെ വീഡിയോ ഒക്കെ കണ്ട് 50 ലക്ഷം പേര്. 50 ലക്ഷം അല്ല, 50,000. 50,000 സോറി, 50K. ഇപ്പൊ 55ആയി. 50,000 പേര് കണ്ടു. ഒരു വീഡിയോ 43 ലക്ഷം പേര് കണ്ടു. എന്തായാലും അമ്മൂമ്മയുടെ ഒരു സെലിബ്രേഷൻ. കൊള്ളാം. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? പേരമ്മയ്ക്കും കൂടെ കൊടുത്തേക്കോ. അതെ, പേരമ്മ ശബരിമലയ്ക്ക് പോകുന്നത് കൊണ്ട് കഴിക്കുന്നില്ല. മുട്ടയുണ്ടോ എന്നുള്ള ഒരു സംശയം കൊണ്ട്. എന്തായാലും ഇനി ഒരു ഇതും കൂടെ ഉണ്ട്. അമ്മൂമ്മ ബെറ്റില് ജയിച്ചില്ലേ, അമ്മൂമ്മയുടെ കോൺഗ്രസ് ജയിച്ച് ബെറ്റുണ്ട്. അപ്പൊ അതിനൂടെ ചേർന്ന് അതിന് സന്തോഷം കണ്ടോ, ജയിച്ചല്ലേ, സന്തോഷായില്ലേ? ഇനി മുഖ്യമന്ത്രി ആരാന്നും കൂടി ഒന്ന് വഴക്കുണ്ടാക്കാതെ പ്രവചിക്കണം. വേണോ? ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പ്ലേറ്റിനകത്ത് വേണോ? കുറച്ചെടുത്ത് ഒരു കഷ്ണം മുറിച്ച് തരട്ടെ. കുറച്ചങ്ങ് മുറിച്ചെടുത്തു, ഇവിടെ അങ്ങ് എടുത്തു. കഴിക്കോ? പിന്നെ പണിയാൻ വേണ്ട. ഇത്ര മതിയോ? ഇത് കഴിക്കുവോ ദൈവമേ? അമ്മൂമ്മ പറഞ്ഞ പോലെ അവര് ജയിച്ചല്ലോ. അമ്മൂമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ ജയിച്ച പാർട്ടിയോട്? വളരെ സന്തോഷം.
നല്ല ഭരണമായിരിക്കണം. നല്ല ഭരണമായിരിക്കണം, അത്രേ എനിക്കും പറയാനുള്ളൂ. ആര് ജയിച്ചാലും നല്ല ഭരണമായിരിക്കണം. ഓക്കെ, എല്ലാരും നന്നായിട്ട് ഭരിക്കട്ടെ, കേരളം രക്ഷപ്പെടട്ടെ. ഇത്രയും കൂടി മതിയോ? മതിയോ? ആ, കൊള്ളാം. ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, ഈ കേക്ക് കൊള്ളായിരുന്നു. ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ദേ അമ്മൂമ്മയുടെ കൂടെ ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പലരും ചോദിക്കുന്നു ഞാൻ എന്നാ വീഡിയോയിൽ വരാത്തേന്ന്. ഞാനാണ് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുവാണ്, അമ്മൂമ്മ ഇവിടെ കിടക്കുവാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഈ വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരം നമ്മൾ അമ്മൂമ്മയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അമ്മൂമ്മ ഇപ്പോൾ ഭരണം മാറി, അമ്മൂമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എന്തായാലും അത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോസ് എടുക്കാറ്, അതുകൊണ്ടാണ് കൂടുതലും ഞാൻ വീഡിയോയിൽ വരാത്തത്. അമ്മൂമ്മ ഇവിടെ കിടക്കുവാണ്. എന്തായാലും നമുക്ക് നിങ്ങളിങ്ങനെ ഒരു സെൽഫി എടുക്കണം എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഇത് എങ്ങനെ ഇരുന്നിട്ടാണ് ഞങ്ങൾ എടുക്കുക. എല്ലാവർക്കും എന്താ പറയുക, ഞങ്ങളോടുള്ള സ്നേഹം മെസ്സേജായിട്ട് അയക്കുന്നതും കമൻ്റായിട്ട് അയക്കുന്നതും ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് മാക്സിമം ആൾക്കാർക്ക് ഞാൻ മറുപടിയും തന്നിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവരും എന്താ പറയുക, അമ്മൂമ്മ പറയുന്ന പോലെ സ്നേഹത്തോടെ ഇരിക്കുക. അമ്മൂമ്മേ, അവർ ജയിച്ചില്ലേ? അപ്പം അമ്മൂമ്മ എന്തൊക്കെ ഭരണ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ നല്ല കാര്യങ്ങൾ അവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്? മദ്യവും മയക്കുമരുന്നും നിർത്തണം. മദ്യവും മയക്കുമരുന്നു എല്ലാവരും യോജിപ്പായിട്ട് ജീവിക്കണം. കേട്ടില്ല. അഴിമതി അക്രമങ്ങളും കുറയ്ക്കണം. അഴിമതി കുറയുമോ എന്നറിയത്തില്ല, അക്രമം കുറയ്ക്കാൻ നോക്കാം. ചിലപ്പോൾ കുറയ്ക്കുമായിരിക്കും. എന്തായാലും മദ്യവും മയക്കുമരുന്നും നല്ലൊരു സന്ദേശം, അത് ഞാൻ എന്തായാലും പറയാം. നമുക്ക് പറയാം ഇതിനകത്തൂടെ, കേട്ടോ. അമ്മൂമ്മ, വയസ്സായവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഭരണമാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പം കിട്ടുന്നത് 2000 എന്നതാ പെൻഷൻ. ഓ, വാർദ്ധക്യ പെൻഷൻ. ആ, വാർദ്ധക്യ പെൻഷൻ ആണോ? വാർദ്ധക്യ പെൻഷൻ അത് 3000 ആക്കണം. 3000 ആക്കണോ? അതെന്തിനാ 1000 കൂട്ടുന്നേ? വയസ്സായവർക്ക് ജീവിക്കണ്ടേ. ഓ, വയസ്സായവർക്ക് ചെലവുണ്ടല്ലോ അല്ലേ? അമ്മുക്കുട്ടിക്ക് എന്നാ ചെലവ്? അമ്മുക്കുട്ടിക്ക് എന്നാ വയസ്സായപ്പോ ചെലവെന്ന്? ഐസ്ക്രീം വാങ്ങിക്കാനാണോ? എന്തായാലും നമുക്കത് പറയാം, നല്ലൊരു കാര്യം. വാർദ്ധക്യ പെൻഷൻ 1000 രൂപ കൂട്ടാം, കേട്ടോ. അമ്മുമ്മ എനിക്ക് അമ്മുമ്മയോട് എന്നും ചോദിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്, പറയട്ടെ. നമ്മുടെ ഈ ഇപ്പോഴത്തെ സമയത്ത് നടക്കുന്ന, അമ്മുമ്മ പത്രം വായിക്കാത്തതുകൊണ്ട് അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇപ്പം ഈ സ്ത്രീധന പീഡനങ്ങൾ ഭയങ്കര കൂടുതലാണ്. ഈ പെൺപിള്ളേർ അതുകൊണ്ട് കല്യാണമൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. അപ്പോൾ ഈ ചുമ്മാ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് പിന്നെയും പൈസ തരാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനം കാരണം ഒത്തിരി പെൺപിള്ളേരൊക്കെ മരിക്കുക ഭർത്താവിൻ്റെ വീട്ടിൽ. അപ്പം ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മുമ്മയുടെ ഒരു ഇത്രയും വർഷത്തെ ഒരു അനുഭവം കൊണ്ട് അമ്മുമ്മയ്ക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? സ്ത്രീധനം വാങ്ങിക്കരുത്. അപ്പം എന്തായാലും നമ്മൾ വാങ്ങിക്കരുതെന്ന് പറഞ്ഞാലും അച്ഛന്മാരും അമ്മമാരും കൊടുക്കുന്നുണ്ട്. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ കഴിയില്ലാത്ത കല്യാണം കഴിക്കരുത്. അടിപൊളി, നല്ല മറുപടി. അത് തന്നെ അല്ലേ, നല്ല മറുപടി. പെണ്ണിനെ രക്ഷിക്കാൻ കഴിവില്ലാത്തവൻ കല്യാണം കഴിക്കരുത്. പക്ഷെ എന്നിട്ടും കല്യാണം കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ളവര്, സ്ത്രീധനം മോഹിച്ച്. അവരോടൊക്കെ എന്നാ പറയാനുള്ളേ? സ്ത്രീധനം പാടില്ല. അല്ല, സ്ത്രീധനം മോഹിച്ച് കല്യാണം കഴിക്കുന്നവർ ചെറുക്കന്മാരോട് എന്നാ പറയാനുള്ളേ? അവര് കല്യാണം കഴിക്കണ്ട. പെണ്ണുങ്ങൾ കെട്ടിയില്ലേലും കുഴപ്പമില്ലല്ലേ? പെണ്ണിനെ രക്ഷിക്കാൻ പറ്റാത്ത കല്യാണം കഴിക്കരുത്. പെണ്ണിന്റെ പണം മോഹിച്ച് കല്യാണം കഴിക്കണ്ട. അടിപൊളി. അതെ, കേട്ടില്ല. നല്ല പണി ചെയ്ത് ജീവിക്കട്ടെ. അത് തന്നെ, പെൺപിള്ളേരും അതെ, ആണുങ്ങൾ വല്ല പണി ചെയ്ത് ജീവിക്കട്ടെ അല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം ഒരു പെണ്ണിനെ കെട്ടിയാൽ മതി. എൻ്റെ അമ്മൂമ്മ, സന്തോഷം, നല്ല സന്തോഷമായി. അമ്മൂമ്മ, അത് മാത്രമല്ല
ചെക്കന്മാർ മാത്രമല്ല, ഈ കല്യാണം കഴിപ്പിച്ച് വിടുന്ന വീട്ടിലെ കുടുംബക്കാരും മോശമൊന്നുമില്ല. അവരും ചില പെണ്ണുങ്ങളോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മാനസികമായിട്ടൊക്കെ ഇത് തളർത്താറുണ്ട്. സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞു, അവരോട് എന്നാ പറയാനുള്ളത്? സ്ത്രീധനത്തിന് വേണ്ടി ആരും കല്യാണം കഴിക്കണ്ട. ആ വീട്ടുകാരോട് എന്നാ പറയാനുള്ളത്? സ്ത്രീധനം മോഹിച്ച് മക്കളെ കൊണ്ട് ആരും കല്യാണം കഴിപ്പിക്കണ്ട. നന്നായിപ്പോയി, അത് തന്നെ വേണം അല്ലേ? അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതെന്തായാലും ഞാൻ പറയും, എല്ലാവരുടെ അടുത്തും പറയും. കയറി വരുന്ന പെണ്ണുങ്ങളെ വയസ്സായവർക്ക് വെള്ളം തരാൻ കാണും. നമ്മുടെ പെണ്ണുങ്ങൾ അന്യ വീട്ടിൽ പോകും. അടിപൊളി അമ്മൂമ്മേ. അപ്പൊ വരുന്ന മരുമോളെ നോക്കുന്ന പോലെ തിരിച്ചും നോക്കും. വരുന്ന പെണ്ണുങ്ങളെ സന്തോഷമായിട്ട് നോക്കണം. നന്നായി അമ്മൂമ്മ. ഈ വയസ്സായവരെയൊക്കെ ഈ ആൾക്കാർ വൃദ്ധസദനത്തിലും ഒക്കെ കൊണ്ടുവിടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അമ്മൂമ്മയ്ക്ക് ഇപ്പൊ എല്ലാ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാ സുഖങ്ങളും ഇല്ലേ? അപ്പൊ അങ്ങനെ പോകുന്ന ഈ വയസ്സായവരെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കുന്ന മക്കളോട് എന്നാ പറയാനുള്ളത്? വെള്ളം പാല് തന്ന് വളർത്തിയ അമ്മമാരോടും അച്ഛനോടും അങ്ങനെ ചെയ്യരുത്. നമുക്കും ആ അനുഭവം തന്നെ വരും. പാല് തന്ന കൈക്ക് കൊത്തരുത്. നമുക്കും ആ അനുഭവം തന്നെ വരുമെന്ന് ഓർക്കണം. അങ്ങനെ ചെയ്യരുത്, ദോഷമാണ്. ഉള്ളത് കൊടുത്തിട്ടാണേലും അവരെ വീട്ടിൽ തന്നെ നോക്കണം. നോക്കുന്ന മക്കളോട് പോലും ഒത്തരുത്.